ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഗോവ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇത് അച്ഛനും അമ്മയും കൂടി രാവിലെ തന്നെ ആരോ തല്ലാൻ പോണ പോലെ കണ്ടില്ലേ. എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ, അതായത് ഇതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാനൊരു വഴി കാണിച്ചിട്ടുണ്ടായില്ലേ, ബീച്ചിലേക്ക് പോണത്. ആ ബീച്ചിലേക്ക് പോണതാണ് കേട്ടോ. രാത്രി ആയാലും ശരിക്കും കാണാൻ പറ്റില്ല, അതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇവർ ഇതേ വേലിക്കൊക്കെ നോക്കി ഓരോ കമൻറ്റൊക്കെ പറഞ്ഞ് അങ്ങനെ പോകണം. അപ്പോൾ നമ്മളൊരു 5:30 ആയപ്പോഴേക്കും, നമ്മളല്ല ഇവർ 5:30 ആയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ലാത്ത ടീമുകളാണ്. പിന്നെ തട്ടുമുട്ടൊക്കെ തുടങ്ങി. ഞാൻ അങ്ങനെ ഒരു 6 ഇപ്പം ഞാൻ എണീറ്റു. ഞാനൊരു അലാറം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം തലേദിവസം നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായല്ലോ, ഞങ്ങൾ മാത്രം കുറച്ച് പേര്. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്ന് കിടന്നപ്പോൾ 2 മണിയോ 2:30 അത്രയ്ക്ക് ആയി. അതുകൊണ്ട് എണീക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അലാറമൊക്കെ വെച്ച് എണീറ്റതാണ്. അപ്പോൾ എന്തായാലും ഞാൻ വിജേഷിനോട് പറഞ്ഞു അവരാരും വരില്ല, വെറുതെ നീ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോകുന്നു. ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു മനുഷ്യനും മാഞ്ചാടിയില്ല കേട്ടോ. ഇന്നലെ പറഞ്ഞവരാരും വന്നില്ല, എന്നെ പറ്റിച്ചു. ഞാനൊരു 7 മണിയൊക്കെ കഴിയുമ്പോൾ ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായി. ചേച്ചിയപ്പോൾ പറഞ്ഞു അവർ വരണില്ല എന്ന്. അപ്പോൾ എന്തായാലും വന്നല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. ഇവർക്കും ഭയങ്കര സന്തോഷം. രാവിലെ നടക്കാനൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അങ്ങനെ ഇവർ ഇവിടെ നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. കരയിൽ ഒരു നവമിഥുനങ്ങൾ ഇരുന്ന് കുറുകുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ പോകാൻ നേരത്ത് മണലിരുന്ന് ആന്തണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഒരു കുഴി എടുത്ത് അവർ എന്തൊക്കെയോ കുഴിച്ചിട്ടേക്ക്, അതായത് അവരുടെ ചെരുപ്പും മൊബൈലും സാധനങ്ങളൊക്കെ കവറിലാക്കിയിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടിട്ടായിരുന്നു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങാനായിട്ട് അച്ഛൻ വിട്ടില്ല കേട്ടോ. കുറച്ച് നീങ്ങിയിട്ട് അങ്ങോട്ട് ഇറങ്ങാം ആളുകളൊക്കെ ഉള്ള ഭാഗത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അങ്ങോട്ട് കുറച്ച് നടത്തിച്ചിട്ട് അവിടെയാണ് ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചത്. അച്ഛൻ ഇങ്ങനെ നടക്കാനായിട്ട് പോയി. വേറെയും കുറേ ഫാമിലികളുണ്ട്. ഞങ്ങൾ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയില്ല. വേറെ ആൾക്കാരൊക്കെ അല്ലേ നമുക്ക് ഈ വെള്ളത്തിൽ കിടന്ന് കുത്തി പറയുന്നത് അവർ കാണുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ ദൂരെയായിട്ട് കുറേ ബോട്ടുകളുണ്ട് കേട്ടോ കിടക്കുന്നത്. അതിൻ്റെ അടുത്ത് വരെ ഒരാൾ ഇവിടെ നിന്ന് നീന്തി പോയി എന്നുള്ളതാണ്. അയാൾ തിരിച്ചു വരുമ്പോൾ ഇടയ്ക്ക് അയാളെ കാണാണ്ടോ, ഈ തിരമാല വന്നിങ്ങനെ അയാളെ മുക്കിപ്പോവും. അപ്പോഴേക്കും അമ്മയ്ക്ക് ടെൻഷനായി. അയ്യോ എന്തിയാവോ അയാൾ മുങ്ങിപ്പോയാവോ എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണം, അയാൾക്ക് നീന്താനും അറിയാം, അതിനുള്ള ധൈര്യം ഉണ്ട്, അതുകൊണ്ടല്ലോ അയാൾ നീന്തി അവിടെ വരെ പോയത്. അയാൾ തിരിച്ചു വന്നോളും. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിൽ പോയ പോലെ അമ്മയ്ക്ക് അത്ര വിഷമമില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചു കേട്ടോ. പിന്നെ മോൾക്ക് തിരിച്ചു പോരാകുമ്പോഴേക്കും ബീച്ച് വെറുത്ത പോലെ, ഇനി ബീച്ചിലേക്ക് പോരണ്ടെന്നാൾ പറഞ്ഞത്. കാരണം ഞങ്ങളിങ്ങനെ കരയിലിരിക്കുകയായിരുന്നു. അപ്പോൾ തിരമാലയൊന്നും അധികം വരില്ല, എന്നാലും ചെറുതായിട്ട് നല്ല ശക്തമായ തിരമാല വന്നാൽ ഞങ്ങളുടെ വെള്ളത്തിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു തിരമാല വന്ന് എൻ്റെ അമ്മേനെയും മോളെയും കൂടി അങ്ങനെ തിരിച്ചു കൊണ്ടുപോകണം. ഞാൻ ഇവളെ പിടിച്ചു വെച്ച കാരണം കൊണ്ട് പോയില്ല വെള്ളത്തിൻ്റെ കൂടെ അമ്മയും മോളും. അങ്ങനെ അവൾ തിരിച്ചു പോകുമ്പോഴേക്കും അവൾക്കൊരു പേടിയായി. പിന്നെ നല്ല പണിയായിരുന്നു. അവിടെ ചെന്നിട്ട് ബാത്റൂമിലൊക്കെ ഞങ്ങൾ ഒന്ന് ചെന്നിട്ട് കുറച്ച് നേരം പൂളിലും കളിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഷവർ ഉണ്ടായി. അവിടെ നിന്നൊന്ന് ഈ ഉപ്പുകളൊക്കെ കളഞ്ഞിട്ടാണ് ആ പൂളിൽ ഇറങ്ങിയത്. എന്നിട്ട് പിന്നെ തിരിച്ച് റൂമിലെത്തി കുളിക്കാനൊക്കെ ഒരു ബാത്റൂമിൽ കയറിയപ്പോൾ നിറച്ച് മണലിൻ്റെ ബഹളമായിരുന്നു. കുറേ നേരം എടുത്തിട്ട് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ കഴുകിയെടുത്ത് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇതാ അവിടെ വിജേഷൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നാടൻ വിഭവങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇറങ്ങി. അതെ, വെജ് സാൻഡ്വിച്ച് ഞാൻ ഓർഡർ ചെയ്ത് കേട്ടോ. ഒന്നുമില്ല, എനിക്ക് കഴിക്കാൻ തോന്നി. ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഈ മസാല ദോശ അല്ലെങ്കിൽ പിന്നെ പൂരി, ഇഡ്ഡലി ഇതൊക്കെ തന്നെയാണ് കഴിക്കാറ്. നമ്മൾ അവിടെ ആയാലും അത് തന്നെ കഴിക്കാറ്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി പിന്നെ കോംപ്ലാനും വാങ്ങിയിട്ടുണ്ടായത്, ഫുള്ള് കുടിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളത് കഴിച്ച് പിന്നെ വീണ്ടും റൂമിൽ പോയി ഒന്നും കൂടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ചു വന്ന് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ പോയത്. മ്യൂസിയം റോഡ് എത്തിയപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ഐരാണിക്കുളത്ത് മിസ് ചെയ്തു. കാരണം അതിൻ്റെ ഇങ്ങനെ ഇറക്കവും കയറ്റവും ഒക്കെയുള്ളൊരു റോഡുകളായിരുന്നു. അപ്പോൾ അത് കണ്ട ഫസ്റ്റ് എനിക്ക് ഐരാണിക്കുളമാണ് ഓർമ്മ വന്നത്. ഐരാണിക്കുളത്താണ്, അതായത് എൻ്റെ നാട്ടിലാണ് ഇങ്ങനെ ഇറക്കവും കയറ്റവും വളവൊക്കെ കണ്ടേക്കുന്നത്. എന്തായാലും ഈ ഒരു റോഡുണ്ടല്ലോ നിറച്ചതുപോലെയുള്ള ബിൽഡിങ്ങുകളാണെന്നാണ് കേട്ടോ അബി പറയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വരവേറ്റത് ഇതുപോലെ വളരെ ഹാൻസം ആയിട്ടുള്ള മൊട്ടക്കണ്ണുള്ള കുറേ സ്റ്റാച്യൂസാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഇങ്ങനെ ഇതുപോലെ തലയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അതുപോലെ കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഈ ഒരു മ്യൂസിയത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഹൗസസ് ഓഫ് ഗോവ മ്യൂസിയം എന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് ഒരു പ്രത്യേക തരത്തിലാണ്. നമ്മൾ ഇതുവരെയും കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ബിൽഡിങ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്ത്യൻ പോർച്ചുഗീസ് സ്റ്റൈൽ ഉണ്ടല്ലോ, അത് രണ്ടിൻ്റെയും ഒരു ഫ്യൂഷൻ ആക്കിയിട്ടാണ് ആ ബിൽഡിങ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വന്നേക്കുന്നത്. ട്രഡീഷണൽ ഗോവൻ ഹോംസൊക്കെ അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ അപ്പാപ്പൻ എന്തിനും ഇരിക്കണമെന്ന് പറയും, 50 രൂപ വാങ്ങിക്കണമെന്ന് പറയുക, ഒരു ബ്രിഡ്ജിൽ കൂടെ നടക്കാനായിട്ട്. ചുമ്മാ ബ്രിഡ്ജിൽ ഇങ്ങനെ നടന്ന് അപ്പുറത്തെത്തും. അപ്പുറത്ത് കുറച്ച് നേരം വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ ഒരു സ്ഥലം അങ്ങനെ കെട്ടിയേക്കണം. അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചിങ്ങോട്ട് വരിക. നിറച്ചിങ്ങനെ മരങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ. വരണ വഴിക്ക് ഒരു പുളിമരം ഉണ്ടായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയി, പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിൽ നിറച്ച് പുളി ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മരങ്ങൾ വലിയ വലിയ മരങ്ങളാണ്. അതിൽ നിന്ന് ഇങ്ങനെ ഇലകൾ ഇങ്ങനെ കാറ്റത്ത് പൊഴിഞ്ഞ് വീഴണം, നല്ല രസം കണ്ടത്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഷേപ്പ് കണ്ട, അതൊക്കെ ഈ ഇഷ്ടികയും അതുപോലെ തന്നെ ഈ വെട്ടുകളൊക്കെ വെച്ച് ഉണ്ടാക്കിയ പോലെ കേട്ടോ, അല്ലാണ്ട് തേച്ചിട്ടോ അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ചിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഇതാ നമ്മളുടെ ബ്രിഡ്ജ് ഓഫ് ഡ്രീംസിലേക്ക് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ കയറി നമ്മൾ പറഞ്ഞ പോലെ അമ്മ കയറിയില്ല കേട്ടോ. അമ്മക്കൊന്ന് പേടിയായിട്ട് അവൾ അമ്മേനെ കൊണ്ട് നാരങ്ങ വെള്ളം വാങ്ങിക്കാമെന്നും പറഞ്ഞ് അവിടെ നിൽക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ കയറി
കയറുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് താഴെ നോക്കി നടക്കരുത്. താഴെ നോക്കി നടന്നിട്ട് എനിക്ക് സ്റ്റെപ്പ് വെക്കാനേ പറ്റുണ്ടായില്ല കേട്ടോ. ഓരോ ടെൻഷൻ പോലെ എന്നിട്ട് വിജേഷ് നോക്കി നീ എന്തിങ്ങനെ നടക്കണമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ നേരെ നോക്കി നടന്നപ്പോൾ ഓക്കെ ശരിയായി. കണ്ടില്ലേ മരങ്ങളുടെയൊക്കെ നല്ല മരം എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളൊന്നുമല്ല, പക്ഷെ ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തിരിച്ച് പോയി നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ കൂടെ ഇവരുടെയൊക്കെ അടുത്ത് നിന്ന് കുറച്ച് പിള്ളേരും അമ്മമാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണ് കണ്ടില്ലേ ശരിക്കും മുട്ട പോലെ ഇരിക്കുന്നുണ്ട്, മുട്ട പുഴുങ്ങിയത്. അങ്ങനെ നിന്നു. മോളോട് അതിൻ്റെ നേരെ നോക്കി നിൽക്കാൻ പറഞ്ഞു. കണ്ണും നോക്കി നിൽക്കാൻ പറ്റും. അവളെ എന്താൾക്ക് പേടിയായിട്ട് പോയ കണ്ണ് കണ്ടിട്ട്. അപ്പോൾ മോൻ നോക്കിയിരുന്നു. നോക്കുക മാത്രമല്ല അത് ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഗോകുലേട്ടന് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ ഫോട്ടോ എടുക്കലുമ്പോഴത്തേക്കാണ് വേറെ മ്യൂസിയം എന്ന് പറഞ്ഞാൽ അങ്കിൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമ്മൾ കാണാനൊന്നും പോയില്ല. പുറത്തൊരു കഫേ പോലെ കാണാം. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു ഹൗസസ് ഓഫ് ഗോവ മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മോഡലായിട്ടാണ് ഇപ്പോൾ മ്യൂസിയത്തിലേക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേ പോകണം. പിന്നെ മോഡലിലേക്ക് കയറാണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ആരും പോയില്ല. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ സ്റ്റാച്യൂസ് ഉണ്ടല്ലോ നമ്മൾ താമസിക്കുന്ന റൂമില്ലേ, അവിടെ നിന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഇരിക്കണ്ടായിരുന്നു നിറച്ച്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ചെറിയ കഫേ, മ്യൂസിയം കഫേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇടുമ്മയാണ് നിറച്ച് പുളിമരമാണ് നിൽക്കുന്നുണ്ട്, നിറച്ച് പുളി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ പുറത്ത് വന്നിട്ട് അവിടെ ആ മരത്തുമ്പോൾ ഒരു വിൻചായും തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിങ്ങനെ കിണീന്ന് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോഴും കാറ്റല്ലേ ഈ ഭാഗത്ത്. അപ്പോൾ കണ്ടില്ലേ ഈ ബിൽഡിങ്ങുകളുടെ ഒക്കെ ഒരു ഷേപ്പ് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയി നോക്കിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നവ്യൊക്കെ ഫോട്ടോ ഓരോ എടുക്കാൻ വേണ്ടിയൊക്കെ അങ്ങോട്ട് പോയി. അങ്ങനെയാണ് അവിടെ ആ റോഡിൽ വേറെ ബിൽഡിങ്ങുകളെന്ന് പറഞ്ഞ്. ഇവിടെ നിറച്ചുണ്ടല്ലോ ഈ ഫേൺ ഉണ്ടല്ലോ, അത് നിറച്ച് ആ ഇതുമ്മ നിൽക്കുന്നുണ്ട്. മഴയൊക്കെ പെയ്ത് ഇങ്ങനെ പായലൊക്കെ പിടിച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ. നമ്മൾ വേഗം പോവായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പറിച്ചെടുത്താനെ കുറച്ച്. അങ്ങനെ ഇവർ എന്തൊക്കെയോ അകത്താക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. നമ്മൾ ഊണ് കഴിക്കാൻ പോണ്. അപ്പോൾ ഞാനൊന്നും അതാരം കഴിച്ചില്ല. നമ്മൾ തിരിച്ചു പോകുന്നു. ഇവിടുന്ന് വണ്ടികൾ ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക്. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഈ ബിൽഡിങ്ങിലേക്ക് അല്ലാണ്ട് വേറെ താഴത്തേക്കുള്ളതിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കഴിക്കാനായിട്ട് പോട്ടെ. നമ്മൾ കഴിക്കാനായിട്ട് പോയത് ഫാറ്റ് ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മോന് സുഷി വേണം. അവന് സുഷി എന്തൊക്കെയോ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ പറയണത്. ഇത് ഞാനും കണ്ടിട്ടുണ്ട്. നാട്ടിലുള്ള കുറേ പേര് ഈ കൊച്ചി ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും ഈ സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് അവർ വാങ്ങിച്ച് കഴിക്കുന്നതും ആ കഴിച്ചതിൽ സ്പീഡിൽ തിരിച്ചും കൂടെ തുപ്പണതും. അപ്പോൾ ഞാൻ പറഞ്ഞ വേണ്ട. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇവിടെ നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ ഓരോ സാധനങ്ങളും. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അത് വാങ്ങിച്ച് വെറുതെ നശിപ്പിച്ച് കളയാനായിട്ടോ. അവൻ പറയണതൊന്നും ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ ഞങ്ങളിത് പിന്നെ ഫിഷ് ഫ്രൈ, അതുപോലെ നല്ല ഫിഷ് കറിയും റൈസും കിട്ടും കേട്ടോ. റൈസ് എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മുടെ ബോയിൽഡ് റൈസ് അല്ല, ബാസ്മതി റൈസൊക്കെ ആയിരിക്കും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ബാസ്മതി റൈസ് അല്ലാണ്ട് വേറെ റൈസ് ഉണ്ടായിരുന്നു തോന്നാം. അങ്ങനെ നല്ല മീൻ കറിയായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ തിരിച്ചു പോരേണ്ടതാണ് കേട്ടോ. തിരിച്ചു പോരുന്നത് ഇങ്ങനെയാണ്, കണ്ടില്ലേ മരത്തിൻ്റെ ഇത് വെച്ചേക്കണ പോലെ, കല്ലിട്ടേക്കണ പോലെ ഉണ്ട്. പക്ഷെ മരത്തിൻ്റെ ആ ഒരു ഷേപ്പിലാണ്. ഇവിടെ ആണ് നമ്മൾ ഇരിക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് ഡിമ്മായിട്ടുള്ള ലൈറ്റൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ, അവിടേക്ക് പോകണം. അവിടെ എത്തിയിട്ടുണ്ടല്ലോ പാർക്ക് ചെയ്തേക്കേണ്ട തൊട്ടടുത്തത് ചെടികളിങ്ങനെ നിൽക്കണ്ടായി. അതിൽ നിന്ന് ഞാൻ ഒരു വേറെ ടൈപ്പ് ചെടി നിൽക്കണ്ടായി. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് ഒടിച്ചെടുത്ത് അങ്ങനെ ഒരു മോഷണം നടത്തി. അപ്പോൾ എന്തായാലും അതും കൊണ്ട് വന്നേട്ടോ നാട്ടിലേക്ക്.
പിന്നെ നമ്മൾ വൈകിട്ടായിപ്പോൾ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി, ഇത് അഞ്ജുന ബീച്ചാണ് കേട്ടോ, അവിടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ മോളുടെ മുടിയൊക്കെ ഒന്നതാ ഒരു ത്രെഡൊക്കെ വെച്ച് മടഞ്ഞൊക്കെ റെഡിയാക്കി വിദ്യേച്ചിയുടെ പണി കേട്ടോ അതൊക്കെ ആക്കിയത്. എന്നിട്ട് ആക്കി നമ്മൾ ബീച്ചിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഉണ്ട് ഈ സൈഡ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം വിചാരിച്ച് നിറച്ച് ചെളിയാണ് കിടക്കണേന്നാണ്. അത് കഴിഞ്ഞപ്പോൾ അത് നിറച്ച് കല്ലുകളാണ്, അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആൾക്കാർ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു സുഖമില്ല കാണാനായിട്ട്, അതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങിയില്ല. കുറച്ച് അച്ഛനും അമ്മയും വിജേഷൊക്കെ കൂടി അവർ നേരത്തെ ഇങ്ങനെ പോന്നു നമ്മളെക്കാളും മുമ്പ്, അതാണ് ഇവിടെ അവർ കുറച്ച് നേരം അവിടെ താഴെ ഇറക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നടന്നു. ഞങ്ങൾ പോയില്ല, ഞങ്ങൾ തിരിച്ച് വേറൊരു ബീച്ചിലേക്ക് പോയി. ഇത് ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വന്ന ബീച്ചാണ് കേട്ടോ. എന്തൊരു ഭംഗിയെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിജേഷിനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ തന്നെ നമ്മൾ വന്നേന്ന്. ഇത് ഇത്രയ്ക്കും കടലിങ്ങനെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് പോലെയുള്ള ഒരു ഇതുണ്ട്, അതൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു അറിയാം. ഇപ്പോൾ കാണാനൊരു ഇതില്ല, എന്നൊക്കെ വരുമ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാം കാണാൻ. നിറച്ചിങ്ങനെ സൺഷെയ്ഡിനുള്ള ഈ അംബ്രല്ല അതുപോലെ തന്നെ ചെയർ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിരത്തി പിടിച്ചിട്ട് കടകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതാണ് എനിക്കിപ്പോൾ മനസ്സിലാവാണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയ കാരണം ഞാനും അമ്മമാരും നവ്യൊക്കെ കൂടി കയറിപ്പോയി കേട്ടോ. എന്നിട്ട് ഒരു ചായയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ അവരൊക്കെ വിദ്യേച്ചി മോളും ഒക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി. കുറച്ച് സാധാരണ ബീച്ചിൽ പോയാൽ കരയ്ക്ക് കയറാത്ത ആളാണ് ഞാൻ, പക്ഷെ ഇത്തവണ എന്താ വെച്ചാൽ രാവിലെ ബീച്ചിൽ പോയില്ലോ, അപ്പോൾ മണൽ കൊണ്ട് അഭിഷേകമായി മടുത്ത് പോയ കാരണമാണ് ഇപ്പം ഞാൻ ബീച്ചുകളിലൊന്നും ഇറങ്ങാത്തത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് റൂമിൽ പോയിട്ട് രാത്രി ആയിപ്പോൾ ബർഗർ ഫാക്ടറിയിലേക്ക് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾ മാത്രം പോകാനുള്ള പ്ലാനിലായിരുന്നു ഇരുന്നത്. പിന്നെ എൻ്റെ മോനും മോളൊക്കെ ചേച്ചിയുടെ റൂമിലായിരുന്നു, അപ്പോൾ അവർക്കും കൂടെ പോകണം ഇവരുടെ. അങ്ങനെ അവർ വാശി പിടിച്ച കാരണം കൊണ്ട് ഞാനും കൂടെ ഇറങ്ങി. വിദ്യേച്ചും ഗോകുലേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബർഗറും പിന്നെ അതുപോലെ തന്നെ ഷേക്കൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ബർഗർ, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഒരെണ്ണം ഫുള്ളായിട്ട് കഴിക്കാനേ പറ്റില്ല. ഞാനും മോനൊക്കെ ഒരു ബർഗർ ഹാഫ് ആക്കിയിട്ടാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഇതിൻ്റെ അടുത്തൊക്കെ ഷോപ്പുകളുണ്ട് കുറച്ച്, അപ്പോൾ അവിടെയൊക്കെ പോയി സാധനങ്ങൾക്ക് വിലയൊക്കെ ചോദിച്ചപ്പോൾ നല്ല വിലയാണ് കേട്ടോ. കുറയ്ക്കുകയൊക്കെ ചെയ്യും നമ്മൾ അവരോട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ ചിലവരങ്ങനെ കുറയ്ക്കൊന്നുമില്ല. അങ്ങനെ നോക്കി കുറേ ഓർണമെൻറ്റ്സും അതൊക്കെ നോക്കി. മക്കൾ എന്തൊക്കെയോ എടുത്തിട്ടുണ്ടായി 1-2 സാധനങ്ങൾ, അത് മാത്രമേ വാങ്ങിയുള്ളൂ, വേറെ ഒന്നും കാര്യമായിട്ട് വാങ്ങിയില്ല. പിന്നെ കുറേ ഓർണമെൻറ്റ്സുകൾ ഇങ്ങനെ നിരത്തി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കാണാനുള്ള ഭംഗിയുള്ള, അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ അത്ര ഇങ്ങോട്ട് നല്ല ഇതായിട്ടൊന്നും തോന്നിയില്ല, അതൊന്നും വാങ്ങിയില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് എൻ്റെ ഡ്രസ്സിൽ കൊളുത്തി പിടിച്ച ഒരു ബ്രേസ്ലെറ്റ് താഴെ വീണുണ്ടായിരുന്നു. അത് ആരും അറിഞ്ഞില്ല, ഞാനും ഗോകുലേട്ടനെ അറിഞ്ഞുള്ളൂ. ഗോകുലേട്ടൻ അത് താഴേന്ന് എടുത്തേ, ഭാഗ്യത്തിന് അയാൾ കണ്ടില്ല. എന്നിട്ട് അതിൻ്റെ 2 കല്ലിങ്ങനെ ബ്ലൂ കളറിലുള്ളതാണ്, അതൊക്കെ പോയി തിരിച്ചവിടെ തന്നെ കൊണ്ടുവച്ചു. ഒന്നും അറിയാത്ത പോലെ അവിടെ വെച്ചിട്ട് ഞങ്ങളോട് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു പാർട്ടോട് കൂടി നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിയും. സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.